ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് പഴയ പലഹാരമാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന റെസിപ്പി ആയിരിക്കും. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പഴയതാണല്ലോ ഇപ്പോൾ ട്രെൻഡായി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവും, കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കണേ. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് കുറച്ച് അരിഞ്ഞെടുക്കാനുള്ള പച്ചക്കറി ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പം ചെറിയ ഉള്ളിയാണ് കേട്ടോ. എൻ്റെ കഷ്ടകാലത്തിന് വാങ്ങിപ്പോയതാണ് ഇന്ത്യൻ ഉള്ളി എന്ന് പറഞ്ഞിട്ട്. വളരെ ചെറിയ സൈസായിപ്പോയി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മീഡിയം സൈസുള്ള ഉള്ളിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 2 എടുത്താൽ മതി കേട്ടോ. അതാണ് കറക്റ്റ് അളവ് എന്ന് പറയുന്നത്. പിന്നെ അതാ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഒരു 5-6 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി എടുക്കണം. പിന്നെ അതാ ഒരു 4 ചെറിയ പീസായിട്ട് ഞാനിവിടെ ഇഞ്ചിയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം കേട്ടോ. അത് ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ അതാ നമ്മൾ ചോപ്പറിലേക്ക് ഇട്ടത് അരിഞ്ഞെടുക്കണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറേ കമൻസ് ഉണ്ട് ഈ ചോപ്പർ ഏതാണെന്നുള്ളത്. ഇത് ഞാനിവിടെ നൂണിന്ന് വാങ്ങിയതാണ് കേട്ടോ. നൂൺ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലുള്ള ഒരു ആപ്പാണ്. നമ്മൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്ന ആപ്പാണ്. അപ്പോൾ അതിൽ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ടൊരു സെയിൽ വരാറുണ്ട്. അപ്പോൾ 2 വർഷം മുന്നേ ഞാൻ വാങ്ങിയ ഒരു സാധനമായിരുന്നു. ഒരു 69 റിയാലിനൊക്കെ വാങ്ങിയതായിരുന്നു. നല്ല സാധനം, കുഴപ്പമൊന്നുമില്ല, ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ അതിലിട്ട് കൊടുത്ത് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ചോപ്പർ ഉണ്ടെങ്കിൽ ഈസിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. ഇങ്ങനെ എന്താ പറയുക, നമുക്ക് കൊത്തി അരിയാൻ ഏറ്റവും എളുപ്പമാണ് ഇങ്ങനത്തെ ഒരു ചോപ്പർ. അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വയറ്റാനുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ സെയിം ക്വാണ്ടിറ്റി ഉള്ളി ഇപ്പോൾ ഏകദേശം എല്ലാം കൂടെ ഒരു കപ്പ് ഉണ്ടാവും. ആ സെയിം ക്വാണ്ടിറ്റി തന്നെ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കട്ടെ. അത് ഒരു കപ്പ് തേങ്ങ ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത വേറൊരു പാത്രം എടുക്കുക. അതിലേക്ക് നമുക്ക് ചെമ്മീനാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്ത് എടുത്തതാണ് കേട്ടോ. അത് കുറച്ച് വലിയ സൈസിലുള്ള ചെമ്മീനാണ്. അപ്പോൾ 1/2 കിലോ ക്ലീൻ ചെയ്താൽ നിങ്ങൾക്ക് അറിയാമല്ലോ, തലയും വാലും അങ്ങനത്തെ ഒക്കെ പോണ സമയത്ത് ഒരു 300 ഗ്രാമേ ഇത് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കണം. അപ്പോൾ മിക്സ് ആക്കാൻ വേണ്ടി വെള്ളത്തിന് പകരം ഒരു ചെറിയ ലെമണിൻ്റെ പകുതി ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഏതായാലും കുഴപ്പമൊന്നുമില്ല. 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് തീ കത്തിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ചൂടാകാൻ വേണ്ടി തുടങ്ങുമ്പോൾ അതങ്ങ് മൊരിയാൻ തുടങ്ങിക്കോളും. പിന്നെ ചെമ്മീൻ്റെ വേവ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു 2 മിനിറ്റ് അല്ല, മാക്സിമം ആണ് 3 മിനിറ്റ്. 2 മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും കേട്ടോ. ചൂടായി കഴിഞ്ഞാൽ 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ അതൊന്ന് മൊരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ ഒരു ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. 2 മിനിറ്റ് ആയിന്. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി ഇതവിടെ മാറ്റി വെച്ചിട്ട് അടുത്ത നമ്മൾ വേറൊരു പാനിൽ ഇട്ട് വെച്ച മസാലയാണ് ഇത് വഴറ്റാനുള്ള. അതിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ വഴറ്റിയെടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, 2-3 ടേബിൾ സ്പൂണേ ഒഴിക്കാൻ പാടുള്ളൂ. ഇത് ഫില്ലിംഗ് ആയതുകൊണ്ട് ഒരുപാട് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഫില്ലിങ്ങിൽ നിന്ന് എണ്ണ പുറത്തേക്ക് വരും. നമ്മൾ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ആ ഒരു എണ്ണ പുറത്തേക്ക് വരും. അതിനാണ് ചെറിയ ക്വാണ്ടിറ്റിയിൽ എണ്ണ ഒഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചേർത്ത് കേട്ടോ ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഒരു നല്ലൊരു ഗോൾഡൻ കളർ ആകുന്ന വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് വാടുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ആ ഒരു ചെമ്മീനില്ലേ, അത് ആ സെയിം ഇത് ചോപ്പറിൽ തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിലാണ് ചോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ചെറിയ സൈസുള്ള ചെമ്മീനാണ് എടുക്കണമെങ്കിൽ ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു മസാലയൊക്കെ ഒന്ന് മൊരിയാൻ തുടങ്ങി ലൈറ്റ് ഗോൾഡൻ കളർ ആയിന് കേട്ടോ. ഇത്രേ ആവാൻ പാടുള്ളൂ, ലൈറ്റ് കളറേ മാറാൻ പാടുള്ളൂ. നന്നായിട്ടൊന്ന് മൊരിയാൻ തുടങ്ങിയാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കൂടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീൻ്റെ മസാല ആ ഒരു പൊരിച്ച ചട്ടിയിലെ എണ്ണ അല്ല, അതിൻ്റെ ഒരു മസാല ഉണ്ട്. ആ ഒരു മസാലയോട് കൂടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഉള്ളി മസാലയിലേക്ക് ഇനിയിപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇനിയും ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. കുറച്ച് കൂടുതൽ എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർക്കണില്ല, ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ചെമ്മീനിലുള്ള മുളക് പൊടിയും ആ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ട് ഈ ഒരു മസാലയിലേക്കും കൂടെ ഒന്ന് പിടിക്കുന്ന വരെ ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ട് വാടി വന്നാണ്. ഈത്ത വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി എല്ലാത്തിൻ്റെയും കളറൊക്കെ കടയിൽ ഒരേ കളറായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൊരിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യുക. ഇതാണ് നമ്മളെ ഫില്ലിങ്ങിനുള്ള ചെമ്മീൻ്റെ മസാല. ഇനിയിപ്പോൾ കാണിക്കുന്നത് ഇത് നമ്മളെ കൈമ റൈസാണ്. ജീരകശാല എന്ന് പറയുന്ന അരിയില്ലേ, അതാണിത്. നമ്മൾ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന മലബാർ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റൈസ്. അപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും ടേസ്റ്റ്. ഇതാണ് ആ ഒരു കറക്റ്റ് ടെക്സ്ചറിലൊക്കെ കിട്ടും. ഇതിന് പകരം നിങ്ങൾക്ക് പച്ചരി എടുക്കുക, ബസ്മതി എടുക്കുക, എല്ലാം എടുക്കുക കേട്ടോ. പക്ഷേ ഈ ഒരു കറക്റ്റ് ടേസ്റ്റും ഫ്ലേവറൊന്നും വരില്ല. ഇതാണ് ഏറ്റവും നല്ല അരി. അപ്പോൾ 2 കപ്പാണ് ഞാനിവിടെ ജീരകശാല അരി എടുത്തത്. എന്നിട്ട് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 മണിക്കൂറെങ്കിലും ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. നന്നായിട്ട് സോക്ക് ചെയ്ത് കിട്ടണം. അപ്പോൾ അതൊരു 4 മണിക്കൂറിന് ശേഷമാണത് നന്നായിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുള്ള അരിയാണ് ഇട്ടത്. ഇതൊന്നും കൂടെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കി കൊണ്ടുവരാം. ഇതിന് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് വെള്ളമൊക്കെ ഒഴിവാക്കി നന്നായിട്ട് കഴുകി കൊണ്ടുവന്നാണ്. ഇനി നമുക്ക് അരക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ആ അരി ഞാൻ ഊറ്റിയിട്ട് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചോറും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 കപ്പ് അരി എടുത്തുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ചോറാണ് ചേർക്കുന്നത്. ഞാനിവിടെ വെള്ളക്കുറുവൻ്റെ അരിയാണ് ചോറായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇനി അരിൻ്റെ ചോറോ ഏതായാലും കുഴപ്പമില്ല, പുഴുങ്ങലരിൻ്റെ ചോറായിരിക്കണേ. ഇനിയിപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ അരി ചോറും കൂടെ ചേർത്ത് കൊടുത്താണ്. ഇനിയിപ്പോൾ അതൊരു 3/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇന്നിനി അരച്ചെടുക്കേണ്ടത് തേങ്ങാപ്പാലിലാണ് കേട്ടോ. തേങ്ങാപ്പാൽ ഞാനിവിടെ 2 കപ്പ് തന്നെയാണ് എടുത്തത്. നമ്മൾ എത്രയാണോ അരി എടുത്തത് ആ സെയിം ക്വാണ്ടിറ്റിയിൽ തേങ്ങാപ്പാൽ കൊടുക്കണം. എന്നിട്ട് കുറഞ്ഞ പാൽ ഒഴിച്ചിട്ട് നല്ല കട്ടിയിൽ ഇതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. നല്ല മഷി പോലെ അരക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ട് ഇതേപോലെ മഷി പോലെ അരഞ്ഞ് കിട്ടണമെങ്കിൽ കുറഞ്ഞ ക്വാണ്ടിറ്റിയെ നമ്മൾ തേങ്ങാപ്പാൽ വെക്കേണ്ടിയുള്ളൂ. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഇത് അരഞ്ഞ് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര കട്ടിയിൽ അരച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇതിന് കുറച്ചൊരു ലൂസായിട്ടാണ് ഈ ഒരു മാവ് നമുക്ക് വേണ്ടത്. നമ്മൾ ദോശമാവിനെക്കാട്ടിലും കുറച്ചും കൂടെ ലൂസായിട്ടാണ് ഈ ഒരു മാവ് വേണ്ടത്. അതാണ് ആ ഒരു ബാക്കിയുള്ള പാൽ ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്ത് മിക്സാക്കി എടുത്തത്. ഇതിനൊരു കട്ടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ കയ്യിലോണ്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് കണ്ടില്ല, കോരി ഒഴിക്കാൻ പാകത്തിലുള്ള ഈ ഒരു കട്ടിയേ ഇതിന് വേണ്ടിയുള്ളൂ കേട്ടോ. ഒരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ല, എന്നാൽ ഒരുപാടങ്ങ് കട്ടിയായി പോകാനും പാടില്ല, ഈ ഒരു പാകത്തിൽ. അപ്പോൾ ഇതിനവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ ചുടുന്നതാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ മിനി ഇഡ്ഡലി തട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇതില്ലേ, നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞി ഇഡ്ഡലി ഉണ്ടാക്കുന്ന അതാണിത്. അപ്പോൾ അതിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയാൽ വാങ്ങിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുകയാണെങ്കിൽ 1 ഇഞ്ച് ഇതിൻ്റെ മൊത്തത്തിൽ വിസ്തീർണ്ണമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കുഴിയും ഒരുപാട് കുഴിയൊന്നുമില്ല, ഒരു പരന്നും കൊണ്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൽ കണ്ടില്ലേ, എൻ്റെ ഒരു വിരലിൻ്റെ ഈ ഒരു 1 ഇഞ്ച് ഇതിനുള്ളൂ. അപ്പോൾ ഇതിൽ 1 ടേബിൾ സ്പൂണിൻ്റെ കറക്റ്റ് അളവാണ് കേട്ടത്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നോക്കിയാൽ 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇതിൽ കൊള്ളുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ ആദ്യം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്ന് പുരട്ടിയെടുക്കണം കേട്ടോ. ഏതെങ്കിലും ഒരു ഓയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടിയെടുക്കുക. അത് അടിയിലൊന്നും പറ്റി പിടിക്കാണ്ട് പെട്ടെന്ന് എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് സ്റ്റീലും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് കിട്ടാൻ. അലുമിനിയം ആണെങ്കിലും നിങ്ങളിങ്ങനെ എണ്ണ ഒന്ന് പറ്റണം നല്ലതാണ്. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു മിനി ഇഡ്ഡലി തട്ട് എല്ലാവരുടെ അടുത്തും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഞാൻ സാധാരണ ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. 2 തരത്തിലും കാണിച്ചു തരാം. ഇതാകുമ്പോൾ കുറച്ചും കൂടെ ക്യൂട്ടാണ്, കാണാനും ഭംഗിയാണ്, ടേസ്റ്റ് ചെയ്യാനും ഒക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. നമുക്കൊരു വായിക്ക് ഇടാനേ ഉണ്ടാവുള്ളൂ ഈ ഒരു സൈസ് എന്ന് പറയുന്നത്. നല്ലൊരു ടേസ്റ്റുമാണ്. ഇനിയിപ്പോൾ അതെല്ലാം ഞാൻ ബ്രഷ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂണാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. മെഷറിങ് സ്പൂണാണ്. ആ 1 ടേബിൾ സ്പൂൺ കൊണ്ട് എത്രണ്ണത്തിൽ ഒഴിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. ആ കുഴീൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക. നേർ പകുതിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ കണ്ടോ, 5 കുഴിയിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇനി ബാക്കിയുള്ള എല്ലാത്തിലും ഇതേപോലെ പകുതി ഒഴിച്ചു കൊടുക്കുക. ആ കുഴീൻ്റെ നേർ പകുതി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മസാല എടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു പ്രോൺസിൻ്റെ മസാല അത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കട്ടെ. ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ അത്രയൊക്കെ മതിയാവും. 1/2 ടീസ്പൂൺ തന്നെ മാക്സിമം ആണ്, അത്ര അതിൽ പോവുള്ളൂ. അപ്പോൾ ആ ഒരു മസാലൻ്റെ മേലേക്ക് ഇതിങ്ങനെ ഒന്ന് നിരത്തിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് എല്ലാത്തിലും ഇതേപോലെ ഒന്ന് ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു ചെമ്മീൻ്റെ പകരം നിങ്ങൾക്ക് കല്ലുമ്മക്കായ അല്ലെങ്കിൽ ഇളമ്പക്കൊക്കെ നാട്ടിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിനെക്കാട്ടും ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ അത് ബാക്കിയുള്ള ഇതിൻ്റെ മേലെ മൊത്തത്തിൽ ഒന്ന് മാവ് ഇതിൻ്റെ മേലെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അതൊന്ന് കവർ ചെയ്തെടുക്കുക. മേൽഭാഗം ഈ ഒരു മസാലൻ്റെ മേലേക്കാണ് ഈ ഒരു ബാക്കി മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുറത്തേക്ക് എന്താ പറയുക, പോരുന്ന രീതിയിലായിരിക്കരുത്. ആ ഒരു ഹോളിന് കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ കണ്ടില്ല. ഇനി ഇത് ഞാൻ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയത്. ഇനി അതിലേക്ക് ഈ നമ്മൾ ഇറക്കി വെച്ച ഈ സാധനങ്ങൾ മൊത്തത്തിലൊന്ന് വെച്ച് കൊടുക്കുക. എല്ലാം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. 3 തട്ടാണ് ഇപ്പോൾ ഇതുള്ളത് കേട്ടോ എൻ്റെ അടുത്ത്. അപ്പോൾ ആ 3 ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനൊരു മൂടി ഉണ്ട് കേട്ടോ മേലെ. അതൊന്ന് ഇട്ടിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കണം. എന്നാൽ നമുക്ക് സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാനൊക്കെ എളുപ്പമാണ്. അത് എടുത്ത് പൊന്തിച്ചാൽ മതി. ഇനി ഒരു 15 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ അടുത്ത ഞാൻ വേകുമ്പോഴത്തേക്ക് ഞാൻ അടുത്ത് കാണിച്ചു തരാം. സാധാരണ ഇഡ്ഡലി തട്ടിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടോ. പകുതി മാവ് ഇതാ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പകുതി മാവ് ഒഴിക്കുക. അതിൻ്റെ മേലേക്ക് ഇതാ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇനിയിപ്പം ബാക്കി അതിൻ്റെ മേലേക്ക് ബാക്കി ഭാഗം കൂടി ആ ഒരു മസാല കവർ ചെയ്തും കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഇനിയിപ്പം സാധാരണ നമ്മളൊരു പ്ലേറ്റ് ഇല്ലേ, സ്റ്റീൽ പ്ലേറ്റിലൊക്കെ പത്തിരി പോലെ ഒഴിച്ച് കൊടുത്തിട്ട് നടുവിൽ ഇത് വെച്ചിട്ട് ഒരു കേക്ക് പോലെയും പോള പോലെയൊക്കെ അങ്ങനെയും എടുക്കുക. ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന പലഹാരം തന്നെയാണ്. ഒരുവിധം എല്ലാ ഭാഗത്തും ഉള്ള ഒരു പലഹാരം തന്നെയാണെന്ന് തോന്നുന്നത്. പക്ഷെ ഞാൻ ഈ ഒരു മിനി ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കിയപ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ക്യൂട്ട്നെസ്സും പ്രത്യേക ഭംഗിയൊക്കെ വന്നത് കേട്ടോ. ഇനിയിപ്പോൾ 15 മിനിറ്റിന് ശേഷമാണിത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇറക്കി വെക്കാം. ഒന്ന് തൊട്ട് നോക്കിയാൽ മതി കേട്ടോ. ഒന്ന് ഒട്ടുണ്ടോ എന്നൊക്കെ നോക്കിയാൽ മതി. ഇനിയിപ്പോൾ നമ്മളിത് ഒന്ന് ഊരിയെടുക്കുക. എന്നിട്ട് ഓരോന്നും എടുത്തിട്ട് ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ ഇത് നമുക്ക് അടർത്തിയെടുക്കാം കേട്ടോ. അങ്ങനെ ഒരുപാട് നേരം ചൂടാറാൻ വേണ്ടി കാത്തുക്കൊന്നും വേണ്ടിയില്ല. ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്കിത് ഓരോന്നും എടുക്കാം.
ഒരു സ്പൂൺ കൊണ്ടൊന്ന് മെല്ലെ തൊട്ട് കൊടുത്താൽ മതി. എൻ്റെ കയ്യിലുള്ളത് ചെറിയ സ്പൂണാണ്, ഡെസേർട്ടിലൊക്കെ ഇടുന്ന സ്പൂണാണ്. അതിൻ്റെ ഒരു വലിപ്പം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് എടുത്തത് കേട്ടോ. പിന്നെ ഒരു സൈസ് നോക്കി, നമ്മൾ സാധാരണ ഒരു കോയിനില്ലേ, ₹1 നാട്ടിലൊരു കോയിനില്ല, ആ ഒരു സൈസ് ഇതുള്ളൂ കേട്ടോ. ശരിക്കും ഭയങ്കര ഇത് ഒരു വായിക്കിടാനേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറയൂലേ, അങ്ങനത്തെ ഒരു സൈസാണിത്. അപ്പോൾ അത് ഓരോന്ന് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും. നല്ല പോളിഷ് ചെയ്ത പോലെയാണ് കേട്ടോ ഉണ്ടാവുക, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ഈ 3 തട്ടിലും കൂടി ഉള്ളത് കണ്ടില്ലേ, അപ്പോൾ ഒരു 2 കൈപ്പിടി അത് സാധനമുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അത്രയും ചെറുതാണിത്. അപ്പോൾ ആ 3 തട്ടിലും കൂടി ഉള്ളതാണിത്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ സാധാരണ ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കിയതാണിത്. ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു രീതിയിൽ നന്നായിട്ടുണ്ട്. കുറച്ച് വലിപ്പം കൂടുതലാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. ഇതിങ്ങനെ തന്നെയാണ് സാധാരണ കഴിക്കുക. അപ്പോൾ നമ്മളിത് ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മസാല തേച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ കുറച്ച് മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടി ഗരം മസാലേൻ്റെ പൊടിയാണ്, അതൊരു 1/2 ടീസ്പൂൺ കേട്ടോ. പിന്നെ ഈ ഒരു ടേസ്റ്റിനെ എന്താ പറയുക, ആ ഒരു മുളകിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും ഇത് നിർബന്ധമല്ല, ആരും ചേർക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ തന്നെ പൊരിച്ചാൽ മതി. ഇവിടെ കുട്ടികൾക്ക് എരിവ് തീരെ പറ്റാത്തതുകൊണ്ടാണ് അതും കൂടെ ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇനിയിപ്പോൾ വെള്ളവും ചേർത്തിട്ട് ഇതിനൊന്ന് കലക്കിയെടുക്കുക. ആദ്യം നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക, എന്നിട്ട് ഒരു സാധനം കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. അപ്പോൾ ആ ഒരു കെച്ചപ്പും കൂടെ ഇതിലുള്ളതുകൊണ്ട് നല്ലൊരു കളറും ഉണ്ടാവും, നല്ലൊരു കട്ടിയും കിട്ടും കേട്ടോ. അതും കൂടി ഉള്ളതുകൊണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികം വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് കലക്കിയെടുത്താൽ മതി, കെച്ചപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവറും കൂടെ കലക്കണം കേട്ടോ. കോൺഫ്ലവർ 1 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, 1 ടേബിൾ സ്പൂൺ. എന്നിട്ട് അത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു കോൺഫ്ലവറും ഇതിലൊന്ന് കലക്കി കൊടുക്കുക. ഈ കോൺഫ്ലവറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്താൽ മതി കേട്ടോ. വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ പൊരിക്കുന്ന സമയത്ത് കോട്ടിങ് ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ മേലെ ഒരു ക്രിസ്പി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആണെങ്കിൽ എണ്ണയിലിടുന്ന സമയത്ത് തീരെ എണ്ണ കുടിക്കാണ്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാത്രം വെച്ചിന് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അതൊന്ന് കോരി മാറ്റുന്നുണ്ട്. ആ എണ്ണയിലേക്ക് അതിൻ്റെ ഫ്ലേവർ വരികയും ചെയ്യും, എന്നാൽ അതിലിട്ടിട്ട് കരിയിച്ചെടുക്കേണ്ട, നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് കോരി മാറ്റണത്. അപ്പോൾ അതവിടെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതാ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ കോയിൻസ് ഇല്ലേ, അത് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് കോട്ട് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ, കഴിക്കാനും വേറെ ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു സൈസിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മസാല തേച്ചിട്ട് മൊത്തത്തിലൊന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ എണ്ണൻ്റെ തീയൊന്നും അങ്ങനെ ഒരുപാടങ്ങ് കുറച്ചൊന്നും വെക്കണ്ട കേട്ടോ. തീയിൽ തന്നെ നല്ല കൂട്ടിയിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക, പെട്ടെന്ന് ആവുകയും ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം ഒന്നും തന്നെ വേവാനില്ല, എല്ലാം നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത സാധനമാണ്. മുകളിലുള്ള ഈ ഒരു കോട്ടിങ് മസാല മാത്രമേ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടേണ്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നാവും കേട്ടോ. ഒരു ഇട്ട് കഴിഞ്ഞ് ഒരു 10 സെക്കൻഡൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് 2 ഭാഗം ഒന്ന് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ആയിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കോരുകയും ചെയ്യാം. തീരെ എണ്ണ കുടിക്കുക അങ്ങനെ ഒന്നും ചെയ്യൂല, നമ്മൾ ഒഴിച്ച എണ്ണ അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ട്, നിങ്ങൾക്ക് 3 വേണമെന്നില്ല, ഒരു ചെറിയ പാത്രത്തിലൊക്കെയാണ് ഉണ്ടാക്കണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊരു കൽമാസിൻ്റെ ആ ഒരു രീതിയിൽ ഒന്ന് മസാല തേച്ച് പൊരിച്ചെടുത്തതാണ്. അപ്പോൾ അത് ബാക്കിയുള്ളത് ഞാൻ ഇതിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഇത് കംപ്ലീറ്റ് കോരിയതിൻ്റെ ശേഷം അടുത്തതും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ആ സാധാരണ ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കിയ അതും ഇതേപോലെ തന്നെ മസാല തേച്ചിട്ട് ഞാനൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. 2 രീതിയിലും കാണിക്കുന്നുണ്ട്, ഫ്രൈ ആക്കാണ്ടും കാണിക്കുന്നുണ്ട്. കാരണം അങ്ങനെ തന്നെ കഴിക്കുക. തീരെ എണ്ണയൊന്നും പറ്റാത്ത ആൾക്കാരോ അല്ലെങ്കിൽ വേണ്ടാന്ന് എണ്ണ പറ്റാതെ കഴിക്കണം എന്നില്ല, അധികം ആൾക്കാർ ഇപ്പോൾ എണ്ണ പൊരിച്ചതൊക്കെ ഒഴിവാക്കുന്നുണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാർക്ക് തീരെ അത് ഫ്രൈ ചെയ്യാണ്ട് അങ്ങനെ തന്നെ എടുക്കുകയും ചെയ്യാം. അപ്പോൾ അത് മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ഞാനിതാ വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 സൈസിലുള്ളതുമാണിത്. സാധാരണ ഇഡ്ഡലി തട്ടിലുണ്ടാക്കിയ ആ ഒരു സൈസാണിത്. പിന്നെ നമ്മളിതാ കോയിൻസ് പോലെ ഉണ്ടാക്കിയതാണിത്. പിന്നെ ടേസ്റ്റ് തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. രണ്ടും ഒരേ സാധനമാണ്, രണ്ടും ഒരേപോലെയാണ് ഉണ്ടാക്കിയതൊക്കെ തന്നെ ആണെങ്കിലും നമ്മൾ ഈ ഒരു ചെറിയ സൈസിൽ ഉണ്ടാക്കിയതിന് ഒരു പ്രത്യേക ടേസ്റ്റും ഒരു പ്രത്യേക ഭംഗിയും എല്ലാം കൂടുതലാണ് സാധാരണ ഈ ഒരു സൈസിൽ ഉണ്ടാക്കിയതിനെക്കാട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു മിനി ഇഡ്ഡലി തട്ട് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ഒരു സൈസിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന റെസിപ്പി തന്നെയാണ്, എനിക്കറിയാം. തലശ്ശേരി അല്ലെങ്കിൽ മലപ്പുറവും കോഴിക്കോടും ഒക്കെ ഉണ്ടാകുന്ന ഒരു പലഹാരം തന്നെയാണിത്. നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു തനി നാടൻ പലഹാരമാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈസ് കണ്ടില്ലേ, ചെറിയൊരു കോയിൻസ് പോലെ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇനിയിപ്പോൾ അത് സാധാരണ നമ്മൾ ആ ഒരു പൊരിക്കാണ്ട് എടുക്കുന്നതാണ് കേട്ടത്. ഇത് ഫ്രൈ ചെയ്യാണ്ട് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, അതാണിത്. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ഒരു പലഹാരം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. റമദാനൊക്കെ ആവശ്യം വരും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്തതിൽ കാണാം. അസ്സലാമു അലൈക്കും.